ഹലോ. അങ്ങനെ ഖലീഫ സിനിമ കണ്ടു. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് സുകുമാരൻ്റെ വൈശാഖ് സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടനൊക്കെ ക്യാമിയോ റോളിൽ, അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ മുത്തച്ഛനായിട്ട് വന്നിട്ടുള്ള മൂവിയാണ് ഖലീഫ. ഇന്നാണ് റിലീസ് ചെയ്തത്. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വൈശാഖാണ്. പിന്നെ റൈറ്റ് ചെയ്തിട്ടുള്ള ജിനു വി എബ്രഹാം. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും ജിനു വി എബ്രഹാം തന്നെയൊക്കെയാണ്. സ്റ്റാറിങ് പൃഥ്വിരാജ് സുകുമാരനുണ്ട്, മാളവിക ശർമ്മ, ഷമ്മി തിലകനുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാസ്റ്റിംഗ് ഒക്കെ സിനിമയ്ക്കകത്തുണ്ട്. സിനിമാറ്റോഗ്രാഫി ആയിട്ടുള്ള നമ്മുടെ ജോമോൺ ടി ചാക്കോയാണ്. ജോമോൺ ടി ജോൺ. എഡിറ്റ് ചെയ്തിട്ടുള്ളത് ദ ബെസ്റ്റ് ചെമ്മൻ ചാക്കോ. എൻ്റെ മോനെ വേറെ ലെവല് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ കട്ടുകളാണ് സിനിമയ്ക്കകത്ത്. അത് ഒരു ഒന്നൊന്നര പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് അത് നിങ്ങൾക്ക് ഊഹിക്കുക എന്നുള്ളേ ഉള്ളൂ. ജെക്സ് ബിജോയ് എൻ്റെ പണി കത്തിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ചില സാധനത്തിലൊക്കെ ഒരു പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, BGMസിൻ്റെ ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ അവിടെ മെയിൻ സാധനം മറ്റേ ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ചില സാധനത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ, കിഡിലിനായിരുന്നു. എല്ലാ സ്ഥലത്തും ഇങ്ങനെ BGM ഒക്കെ ഇട്ട് അങ്ങനെ അങ്ങ് ആ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ സ്റ്റൈലിഷ് ലുക്കായിരുന്നു പൃഥ്വിരാജ്. നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഞാൻ കണ്ടേ വെച്ച് പൃഥ്വിരാജിനെ ഓരോ ഫ്രെയിംസിലും ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സിനിമയില്ല. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും ബോറടിക്കാതെ ഞാൻ തുടക്കം തൊട്ട് നല്ല എൻഗേജിങ് ആയിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്നു. കുറേ നെഗറ്റീവൊക്കെ ഇഷ്ടംപോലെ ഞാൻ കേട്ടു. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. കുറേ നെഗറ്റീവ് കേട്ടു. എന്തിനാണ് ഇത്രയും നെഗറ്റീവ് സിനിമ പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് നല്ല സിനിമ ഇഷ്ടപ്പെടും. പക്ഷേ നല്ല പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയാണ്. നമ്മൾ കണ്ട് കണ്ട് മടുത്ത കഥയാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സ്മഗ്ലിങ് പരിപാടി ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് ഇതിനെ നെഗറ്റീവ് പറയാൻ മാത്രമേ കാരണമല്ല. പക്ഷെ സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഒരു വിഷ്വൽസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ടു ഗുഡ്, അടിപൊളിയായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ ഫ്ലിക്ക് അത് തന്നെയാണ് ഈ സിനിമ. ഒരു മാസ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എന്താ പറയുക, അതിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട്. അതിൽ ഒന്നുപോലും കുറവില്ല. എല്ലാ സാധനമുണ്ട്. മ്യൂസിക്, എഡിറ്റിങ്, ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ്, അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനം. സ്ക്രീൻ പ്രസൻസ് പുള്ളിക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസാണ് പൃഥ്വിരാജിൻ്റെ സിനിമയ്ക്കകത്ത്. അങ്ങനെ അന്യ പരിപാടിയായിരുന്നു. പിന്നെ ക്യാമിയോസും നല്ല ഒരു എന്താ പറയുക, അടിപൊളി എന്ന് പറയില്ല, ഇറ്റ്സ് ഓക്കെ, നൈസായിരുന്നു. ലാലേട്ടൻ സൂപ്പറായിരുന്നു കാണാൻ. സ്ക്രീനിൽ കാണാൻ പെട്ടെന്ന് ആ ഒരു ലുക്കിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സ്ക്രീനിൽ പെട്ടെന്ന് കണ്ടപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടർ അല്ലെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ട്. മീൻസ് ക്യാരക്ടറിന് ഇമ്പാക്റ്റ് ഉണ്ട്. മീൻസ് ആ സീനിൽ വന്നപ്പോൾ എന്താ പറയുക, അത്ര വലിയ സംഭവം വലിയ മറ്റേ പരിപാടി അല്ലെങ്കിലും പക്ഷെ പുള്ളിക്കാരനൊരു ഇത് കൊടുക്കുന്നുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ സിനിമയ്ക്കകത്ത് എന്താ പറയുക, ഒരു പല ഇടങ്ങളിലായിട്ട് ഒരു എന്താ പറയുക, ആ ഡിസ്ക്രിപ്ഷനിലൂടെ പുള്ളിക്കൊരു ഓറ നമുക്ക് തോന്നും, ആ ഓക്കെ ഇത് ലാലേട്ടനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പലയിടങ്ങളിലും തോന്നും. മീൻസ് ആ പുള്ളിയെ കാണിച്ചില്ലെങ്കിലും ആ ഒരു പേരിങ്ങനെ കേട്ടോണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. പക്ക തിയേറ്റർ സ്റ്റഫാണ് സിനിമ. തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ സിനിമ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. ആ രീതിക്ക് സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ വർക്കായി. അതിൻ്റെ മ്യൂസിക് വർക്കും എല്ലാ പരിപാടിയും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്കാവുന്നതെന്നും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക സിനിമ. നെഗറ്റീവൊക്കെ അടിച്ചിറക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അത്യാവശ്യം നല്ല സിനിമ ഇഷ്ടപ്പെട്ടു. ഇത്ര നെഗറ്റീവ് കണ്ടിട്ടാണ് ഞാൻ പോയത്, അതുകൊണ്ടാണോ എന്നറിയില്ല. എന്നിരുന്നാലും എനിക്ക് സിനിമ അത്യാവശ്യം നല്ല വർക്കായി. പിന്നെ ഞാൻ പറയാമല്ലോ, ഇത് മനസ്സിൽ വെച്ച് കാണുക. നമ്മൾ കണ്ടുമടുത്ത കഥയാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വലിയ പുതുമയുള്ള സംഭവങ്ങളൊന്നുമില്ല. അത് മനസ്സിൽ വെച്ച് പോയി കാണുക. ഓക്കെ, ബൈ.